വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഹോട്ട് ടോപ്പിക്സ് ആണ് പഠിക്കണേ. അതിൽ ആദ്യത്തേത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളാണ്. ജലവൈദ്യുത പദ്ധതി മാത്രമല്ല, വൈദ്യുത പദ്ധതികൾ മുഴുവൻ നമ്മൾ പഠിക്കും. ജലത്തിൽ നിന്നും, താപത്തിൽ നിന്നും, കാറ്റിൽ നിന്നും, തിരമാലയിൽ നിന്നും ഒക്കെ കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് നമുക്കറിയാം അല്ലെ. അതൊക്കെ നമുക്ക് പഠിക്കണം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടീച്ചർ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഹോട്ട് ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത്തരം ഹോട്ട് ടോപ്പിക്സ് പഠിച്ചാൽ മാത്രം തന്നെ നിങ്ങൾക്ക് നല്ല റാങ്കിൽ എത്താനായിട്ട് പറ്റും. ഇനി അത് കമന്റ് ബോക്സിൽ ടീച്ചറോട് വീണ്ടും ചോദിക്കണ്ട, ടീച്ചർ ഇത് പഠിച്ചാൽ നമുക്ക് എത്താൻ പറ്റുമെന്ന്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കും മക്കളെ. ഇനി നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമുള്ളൂ. ആ സമയം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുക. ഹോട്ട് ടോപ്പിക്സും മാത്സും അതുപോലെ തന്നെ എന്തും ചെയ്യുക, കറണ്ട് അഫയേഴ്സും കൂടെ പഠിക്കുക കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ വിജയത്തിലേക്ക് അത് എത്തിക്കും. ടീച്ചർ സമയം കളയണില്ല, വർത്തമാനം പറഞ്ഞ്. കേരളത്തിലെ വൈദ്യുത പദ്ധതികളിൽ ആദ്യത്തേത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതിയാണ് നമ്മൾ പറയണേ. കേരളത്തില് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടുക്കി ജില്ലയിലാണെന്ന് അറിയാം. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാർ ആണെന്നും അറിയാം അല്ലെ. അപ്പൊ ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇടുക്കിയെ പവർ ഹൗസ് ഓഫ് കേരള എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇടുക്കിയെ എന്ത് വിളിക്കണു? പവർ ഹൗസ് ഓഫ് കേരള കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് പള്ളിവാസലാണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ള ചോദ്യമാണ്. 1940 പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുന്നത്. 1940 എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി, അപ്പൊ കേരള സംസ്ഥാനം ഒന്നും നിലവിൽ വന്നിട്ടില്ല അല്ലെ. അപ്പൊ അന്ന് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ നമ്മുടെ തിരുവിതാംകൂർ ഭരിക്കണ കാലത്ത് അദ്ദേഹം കേരളത്തിൽ പള്ളിവാസൽ എന്ന് പറയുന്ന ഒരു ജലവൈദ്യുത പദ്ധതി ആരംഭിക്കുകയാണ്. അത് പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പണി തീർത്തത്. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കുളമാണ് അതിന്റെ പേര്. എന്താണ്? ചെങ്കുളമാണ്. അതും ഇടുക്കി ജില്ലയിൽ തന്നെയാണ്, മുതിരപ്പുഴയിൽ തന്നെയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം നമ്മൾ എന്ത് പറയണം? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ്. എവിടെയാണ്? പെരിയാറിലാണ് കേട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആരുടെ സഹായത്തോടു കൂടി നമ്മൾ നിർമ്മിച്ചു? കാനഡയുടെ സഹായത്തോടു കൂടിയാണ്. ഇതിന്റെ സ്ഥാപിത ശേഷി എത്രയാണ്? എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 780 മെഗാവാട്ടാണ്. 1975 അപ്പൊ ഓർക്കുക, കേരളത്തില് പവർ ഹൗസ് ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ്. കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. 1940 പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് അത് പണി തീർത്തത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അതിന് തുടക്കട്ടത്. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളമാണ്. ഇടുക്കി ജില്ലയിൽ തന്നെയാണ്, മുതിരപ്പുഴയിൽ തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്നാണ് അതിന്റെ പേര്. പെരിയാറിലാണ്. കാനഡയുടെ സഹായത്തോടുകൂടിയാണ് നിർമ്മിച്ചത്. അതിന്റെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. 1975 കേട്ടോ. ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ചോദിച്ചാൽ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. രണ്ടാമത്തെ വലുതേതാ? ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയാണ്. എവിടെയാണ്? പമ്പ, കക്കി നദികളിലാണ് കേട്ടോ. രണ്ടാമത്തെ ഒരു വലിയ ജലവൈദ്യുത പദ്ധതി. രണ്ടാമത്തെ വലുത് ശബരിഗിരിയാണ് കേട്ടോ. അപ്പോ ഇനി അടുത്തത്, ഇതൊക്കെ തന്നെ ജലവൈദ്യുത പദ്ധതികൾ KSEBിയുടെ കീഴിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ KSEB എന്നാ വന്നേന്നൊന്ന് ഓർത്തു വെച്ചോളൂ. KSEB നിലവിൽ വന്നത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 1957 മാർച്ച് മാസം 31 തീയതിയാണ് കേരളത്തില് എന്ത് നിലവിൽ വന്നത്? KSEB നിലവിൽ വന്നത്. KSEBിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരും ഒന്ന് ഓർത്തു വെക്കുക. KSEBിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് ഒരുമ എന്നാണ്. എന്താണ്? ഒരുമ എന്നാണ് കേട്ടോ. അപ്പൊ KSEBിയുടെ ആസ്ഥാനം പട്ടമാണ് കേട്ടോ. അവിടെ വൈദ്യുതി ഭവനാണ് KSEBിയുടെ ആസ്ഥാനം എന്ന് ഓർക്കുക. അപ്പൊ KSEB പഠിച്ചു. ഇനി സ്വകാര്യ മേഖലയെ കുറിച്ച് പഠിക്കുകയാണ് നമ്മൾ. സ്വകാര്യ മേഖലയിലും കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട്. സ്വകാര്യ മേഖലയിലെ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മണിയാർ പറയും. അടുത്തതിന്റെ പേര് കുത്തുങ്കൽ എന്നാണ്. മണിയാർ ഉണ്ട്, അതുപോലെ തന്നെ കുത്തുങ്കൽ ഉണ്ട്. അടുത്തത് ഉള്ളുങ്കൽ ഉണ്ട്. ഏതാണ്? ഉള്ളുങ്കൽ. ഇതൊക്കെ തന്നെ സ്വകാര്യ മേഖലയിലെ ജലവൈദ്യുത
ജലവൈദ്യുത പദ്ധതികളാണ് എന്ന് മനസ്സിലാക്കുക. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്. മണിയാറ് പത്തനംതിട്ട ജില്ലയിലാണ്. എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പയിലാണ് കേട്ടോ. ഇനി അടുത്തത് കുത്തുങ്കല് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇനിയൊക്കെ ഇടുക്കി ജില്ലയിലാണ്. ഏതാണ് നദി? പന്നിയാറിലാണ് ഏത് നമ്മുടെ പറയുന്നത് കുത്തുങ്കല് പറയണത്. ഇനി അടുത്തത് ഉള്ളുങ്കല് അല്ലെ. എന്താണ്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തുങ്കലാണ് പറയാ. ആദ്യത്തേത് മണിയാറാണ്, വലുത് ഏതാണ്? കുത്തുങ്കലാണ്. ഇനി ഉള്ളുങ്കൽ പദ്ധതി കക്കാടാണ്. ഉള്ളുങ്കൽ പദ്ധതി എവിടെയാണ്? കക്കാടിലാണ്, പത്തനംതിട്ടയിലാണ്. എവിടെയാണ്? പത്തനംതിട്ട കേട്ടോ, പത്തനംതിട്ടയിലാണ്. അപ്പൊ മണിയാറ്, കുത്തുങ്കല്, ഉള്ളുങ്കല് മൂന്നെണ്ണം പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആണ്. ആദ്യത്തേത് പത്തനംതിട്ട ജില്ലയിലെ മണിയാറ്, അതുപോലെ തന്നെ വലുത് ഇടുക്കി ജില്ലയിലെ കുത്തുങ്കല്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് പത്തനംതിട്ടയിലെ ഉള്ളുങ്കല്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി കേരളത്തില് സ്വന്തമായിട്ട് വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. കേരളത്തില് സ്വന്തമായി വൈദ്യുത വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഇനി അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സ്വന്തമായി വൈദ്യുതി ഉൽപാദനം നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളമാണ്. കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. മാങ്കുളം ഇടുക്കിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ഓർമ്മ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി അല്ലെ. ഈ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ആവർത്തിച്ചു ചോദിക്കാറുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിലാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ ഇനി അടുത്തത് അടുത്ത ചോദ്യം മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിക്കാറുണ്ട്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റ്യാടി പറയണം. കുറ്റ്യാടി എവിടെ അറിയാലോ? കോഴിക്കോടാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ, കുറ്റ്യാടി. അതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ സഹായത്തോടു കൂടി കോഴിക്കോട് ആരംഭിച്ചതാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂഗർഭ ജലവൈദ്യുത നിലയമാണ് ചോദിക്കണേ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം മൂലമറ്റമാണ്. അതും ചോദിച്ചിട്ടുണ്ട്. ഭൂഗർഭ ജലവൈദ്യുത നിലയം ചോദിക്കുമ്പോൾ മൂലമറ്റാണ്. മൂലമറ്റം എവിടെയാണ്? ഇടുക്കിയിലാണ്. അപ്പൊ പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് നമ്മൾ ഇവിടെ പഠിച്ച. ജലവൈദ്യുത പദ്ധതി മാത്രമല്ല, ഇനിയും പലതരത്തിലുള്ളത്. അതായത് അടുത്തത് താപവൈദ്യുതി പഠിക്കണം. അതുപോലെ തന്നെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പഠിക്കണം. തിരമാലയിൽ നിന്നുള്ളതൊക്കെ പഠിക്കണം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം എന്നറിയപ്പെടുന്നത് കായംകുളം താപവൈദ്യുത നിലയമാണ്. കായംകുളം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ കീഴിലുള്ള 1999 നിലവിൽ വന്ന കായംകുളം താപവൈദ്യുത നിലയമാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. ഇതിന്റെ ശരിക്കുള്ള പേര് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നാണ്. എന്താണ്? രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നാണ് ശരിയായിട്ടുള്ള പേര്. ഈ താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നതാണ്. നാഫ്ത. ഏത് ഇന്ധനം ഉപയോഗിക്കണേ? നാഫ്ത എന്ന് പറയുന്ന ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം കായംകുളമാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ഏത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മപുരം ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? കാക്കനാട് ഇൻഫോ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട്, അതായത് എറണാകുളത്താണ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? നല്ലളത്താണ്. നല്ലളം എവിടെയാണ് മക്കളെ? കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്ലാന്റ് നല്ലളം എവിടെയാണ്? കോഴിക്കോടാണ്.
ഇനി കേരളത്തിൽ പ്രകൃതിവാതകം എന്താണ്? പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയമുണ്ട്. പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനിലയമുണ്ട്. അതെവിടെയാണ്? അതേതാണ്? ചീമേനിയാണ്. ചീമേനി എവിടെയാണ്? കാസർഗോഡാണ്. കാസർഗോഡ് കേട്ടോ. അപ്പോ പ്രകൃതിവാതകം ഉപയോഗിക്കുന്നു ചീമേനിയില്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മളോട് ചോദിക്കുകയാണ് പാരമ്പര്യ ഊർജ പ്രധാന പാരമ്പര്യേതര, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. കാണാതെ പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ? കാറ്റ്, അതുപോലെ തന്നെ തിരമാല, പിന്നെ ഏതാണ്? ജിയോ തെർമൽ. കാറ്റ്, തിരമാല, ജിയോ തെർമൽ, അതുപോലെ തന്നെ ഏതാണ്? സോളാർ. ഇതൊക്കെ തന്നെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളാണ്. അതിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ കാറ്റാടി ഫാമുകൾ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു? കഞ്ചിക്കോട് ഉണ്ട്. കഞ്ചിക്കോട് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് എവിടെയാണ്? പാലക്കാടാണ്. പാലക്കാട്. ഇത് KSEBയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാറ്റാടി ഫാം ആണ്. ഇനി കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാമക്കൽമേടാണ്. എവിടെയാണ്? രാമക്കൽമേടാണ്. രാമക്കൽമേട് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. രാമക്കൽമേട് എവിടെയാ? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ ടൈഡൽ പവർ പ്രോജക്റ്റ് എന്താണ്? ടൈഡൽ പവർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യത്തെ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ തന്നെ ആദ്യത്തേത് കേരളത്തിലാണ്. കേരളത്തിൽ വിഴിഞ്ഞത്താണ്. എവിടെയാണ്? വിഴിഞ്ഞം. ഇനി കേരളത്തിൽ പൂർണ്ണമായും സൗരോർജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ നമ്മൾ പറയും പെരുമാട്ടിയാണ്. പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് എവിടെയാണ്? പാലക്കാടാണ്. എവിടെയാണ്? പാലക്കാടാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ പേരാണ് അനർട്ട്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അനർട്ട്. 1986 നിലവിൽ വന്ന അനർട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. എന്താണ് അനർട്ടിന്റെ പ്രത്യേകത എന്ന് നമുക്ക് പഠിക്കാം. പാരമ്പര്യേതര ഊർജ വികസനങ്ങൾക്കായി സ്ഥാപിതമായ സ്വതന്ത്ര അധികാര സ്ഥാപനത്തിന്റെ പേരാണ് അനർട്ട്. അപ്പൊ പാരമ്പര്യേതര ഊർജ വിഭവങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനമാണ് അനർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണരൂപം. അനർട്ടിന്റെ പൂർണ്ണരൂപം നമുക്ക് എഴുതാം. എനർജി ഫോർ ന്യൂ ആൻഡ് renewable energy research and technology എന്നുള്ളതാണ് അനർട്ടിന്റെ പൂർണ്ണരൂപം. അനർട്ടിന്റെ പൂർണ്ണരൂപം അതാണ്. ഇനി കേരളത്തിലെ കാറ്റാടിപ്പാടങ്ങളുടെ ഒക്കെ സാങ്കേതിക പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന ഏജൻസിയാണ് അനർട്ട്. ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക്, അതായത് 5 കിലോവാട്ട് വരെയൊക്കെയുള്ള ജലവൈദ്യുത പദ്ധതികൾക്ക് അനുമതി നൽകുന്നതും ഏത് തന്നെയാണ്? അനർട്ട് തന്നെയാണ്. അപ്പൊ ഇതാണ് അനർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി, താപവൈദ്യുത പദ്ധതി, അതുപോലെ തന്നെ എന്താ നമ്മൾ പഠിച്ച താപത്തിൽ നിന്നും മാത്രല്ല പിന്നെന്താ പറഞ്ഞ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി അല്ലെ. അങ്ങനെ എന്താ പറയുന്നത്, പല രീതിയിലുള്ള വൈദ്യുത പദ്ധതികളെ കുറിച്ച് പഠിച്ചു നമ്മൾ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, വലുത്, ചെറുത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജലവൈദ്യുത പദ്ധതികൾ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയാണ് വൈദ്യുത പദ്ധതികള്. ഇനി വൈദ്യുത പദ്ധതികൾ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു
ടോപ്പിക്കാണ്. അത് കേരളത്തിലെ നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള നവോത്ഥാന നായകനായ അയ്യങ്കാളിയെ കുറിച്ചാണ്. അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ഇവരുടെ കൃതികളൊന്നും ഇല്ലാത്ത പരീക്ഷകൾ നമ്മൾ കാണാറില്ല. ആരുടെങ്കിലും നമ്മൾ എങ്ങനെയായാലും കാണാറുണ്ട്. അപ്പൊ അയ്യങ്കാളിയെ പഠിക്കണം. അദ്ദേഹത്തിന്റെ ജനനം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1863 ഓഗസ്റ്റ് മാസം 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യങ്കാളി ജനിക്കുന്നത്. പഠിക്കാട്ടോ. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ. എവിടെ ജനിച്ചു? അദ്ദേഹത്തിന്റെ ജന്മഗൃഹം ഏതാണ്? പ്ലാവത്തറ വീട്. പ്ലാവത്തറ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ട്ടോ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കാര്യം. ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ഇദ്ദേഹമാണ് ദളിതർക്ക് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങള്, കുറേ അധികം കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഘടനയുടെ പേര് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. 1907 രൂപീകരിച്ച സാധുജന പരിപാലന സംഘം. രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്, അതുപോലെ തന്നെ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം അയ്യങ്കാളിയാണ്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1907 ഇനി അതുപോലെ തന്നെ 1915 പുലയ ലഹള സംഘടിപ്പിച്ചത്, പുലയ ലഹള നടത്തിയത് ആരാണ്? അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് ഊരൂട്ടമ്പലം ലഹള. പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള, അല്ലെങ്കിൽ എന്താണ് 90-ാം ആണ്ട് ലഹള. 90-ാം ആണ്ട് ലഹള ഒക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ്. അത് നടത്തിയതും ആർക്ക് വേണ്ടിയാണ്? ദളിതർക്ക് വേണ്ടി. പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള നടത്തി അയ്യങ്കാളി. ഇനി അയ്യങ്കാളി ദളിതർക്ക് വേണ്ടിയിട്ട് തന്നെ എന്തിനു വേണ്ടിയിട്ട്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയതാണ് വില്ലുവണ്ടി സമരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. SCERT പാഠഭാഗത്തിൽ ഇതൊക്കെ പഠിച്ചതാണ്. 1893 വില്ലുവണ്ടി സമരം. എവിടുന്ന് തൊട്ട് എവിടം വരെ? വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെ അദ്ദേഹം വില്ലുവണ്ടിയിൽ യാത്ര ചെയ്യണ്ടായി. അതാണ് അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അടുത്തത് കേരളത്തില് ദളിത് സമുദായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുടിപള്ളിക്കൂടം സ്ഥാപിച്ചത് ആരാണ്? കുടിപള്ളിക്കൂടം. ഈ കുടിപള്ളിക്കൂടം സ്ഥാപിച്ചു അദ്ദേഹം. ആ കുടിപള്ളിക്കൂടം ഇപ്പൊ പുതിയൊരു പേരിലാണ് അറിയപ്പെടുന്നതെന്നും അതൊരു പെൺകുട്ടിയുടെ പേരാണെന്നും ആ പെൺകുട്ടിയെ അവിടെ നിന്ന് ആ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട കാരണം ഒരു ലഹള നടന്നുവെന്നും ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അറിയോ നിങ്ങൾക്ക്? ഞാൻ പറയാം. എന്താ പറയാ, ഇപ്പൊ ഏതെങ്കിലും അയ്യങ്കാളിയെ കുറിച്ച് പറയല്ലേ, പഞ്ചമിയാണ്. അപ്പൊ നിങ്ങൾ ആ സ്കൂളിന്റെ പേരൊന്ന് പറയണം കേട്ടോ. അതെങ്കിലും നിങ്ങളൊന്ന് പറയാ. പുതിയ പഞ്ചമിയുടെ സ്കൂൾ എവിടെയാണെന്നും കൂടി ഒന്ന് ഓർക്കുക. ഇവർക്ക് ഈ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ കൊണ്ടുചെന്നിരുത്തിയപ്പോ ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ കൂടെ പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ ഇരുത്തിയത് കൊണ്ട് ആ എന്താ പറയാ ഡെസ്കും സ്കൂളൊക്കെ കത്തിച്ചിട്ട് ആ ഡെസ്കിന്റെ ഒക്കെ അവശിഷ്ടം ഇപ്പോഴും അവിടുത്തെ മ്യൂസിയത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മള് പഠിച്ചതാണ് കഴിഞ്ഞ ദിവസം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അപ്പോ എന്താ പറഞ്ഞത്? ഇനി അടുത്തത് കുടിപള്ളിക്കൂടം സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത നോക്കൂ. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്. നോക്കൂ, ശ്രീമൂലം പ്രജാസഭയിലൊക്കെ അന്നത്തെ കാലത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ അംഗമാക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം നിങ്ങൾ. അത്രയും മഹാനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ് അദ്ദേഹം. തുടർച്ചയായി 28 വർഷങ്ങൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ അയ്യങ്കാളി എന്ന് ഓർക്കണം കേട്ടോ മക്കളെ. ഇനി അയ്യങ്കാളി നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുകയുണ്ടായി. 1912 ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി.
അതുപോലെ അയ്യങ്കാളി ഗാന്ധിജിയെ കണ്ടുമുട്ടുകയുണ്ടായി. ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ചോദിച്ചിട്ടുണ്ട് വർഷം 1937 വെങ്ങാനൂരിൽ വെച്ച്. എവിടെ വെച്ചാണ്? വെങ്ങാനൂരിൽ വെച്ച്. ഇതൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇത് ഏതാ പഠിക്കേണ്ടത് ഏതാ പഠിക്കാത്തതെന്നും ഒക്കെ പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് അയ്യങ്കാളിയുടെ പ്രതിമയുണ്ട്. അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. അയ്യങ്കാളിയുടെ പേരില് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്, തപാൽ സ്റ്റാമ്പ്. അത് 2002 ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അല്ലെ. അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഉണ്ട്. അത് എന്നാണ് ആരംഭിച്ചത്? 2010 ആരംഭിച്ചത്. കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നെടുമങ്ങാട്. നെടുമങ്ങാട് ചന്ദലഹള. നെടുമങ്ങാട് ചന്ദലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1912 അയ്യങ്കാളിയാണ്. അതായത് അയിത്ത ജാതിക്കാർക്ക്, ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ ചന്തയിലേക്ക് എന്താ പറയാ പ്രവേശനം ഉണ്ടായില്ല. അപ്പൊ അതിനെതിരെ അദ്ദേഹം നടത്തിയതാണ് എന്തെന്ന് പറഞ്ഞ ചന്തലഹള കേട്ടോ മക്കളെ. അപ്പൊ കേരളത്തില് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, അതായത് SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇദ്ദേഹത്തിന്റെ പേരിലാണ്. തൃശ്ശൂരാണ്. അറിയപ്പെടുന്നത് അയ്യങ്കാളി ഭവൻ എന്നാണ്. അപ്പൊ അയ്യങ്കാളി ഭവനാണ് SC/ST ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് മനസ്സിലാക്കുക. ആസ്ഥാനം തൃശ്ശൂരാണ്. അയ്യങ്കാളിയുടെ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു? സ്മാരകം അറിയപ്പെടുന്നത് എന്താണ്? ചിത്രകൂടം എന്നാണ്. എന്താണ്? ചിത്രകൂടം. ഇനി അദ്ദേഹത്തിന്റെ അടുത്തൊരു ലഹളയാണ് അദ്ദേഹം നടത്തിയത്, പെരിനാട് ലഹള അഥവാ കല്ലുമാല സമരം. ഇതും നമ്മൾ പഠിച്ചതാണ് SCERT പഠിച്ചപ്പോ. അത് നടത്തിയത് 1915 എന്താ ഇതിന്റെ പ്രത്യേകത? എന്തിനു വേണ്ടിയിട്ട്? താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പോലെയുള്ള എന്താ സ്വർണ്ണോ വെള്ളിയോ കൊണ്ടിട്ടുള്ള എന്താ പറയാ മാലയൊന്നും ധരിക്കാൻ പറ്റില്ല. ഇവര് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവര് കല്ലുമാലയാണ് ധരിച്ചിരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് അതിനെതിരെ അദ്ദേഹം നടത്തിയ സമരമായിരുന്നു. കൊല്ലത്തിനടുത്ത് പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇതിന്റെ ഒരു കേന്ദ്രം. അതുകൊണ്ടാണ് കല്ലുമാല സമരത്തിന് പെരിനാട് ലഹള എന്ന് പേര് വരാൻ കൂടിയുള്ള കാരണം. ഇനി അയ്യങ്കാളിക്ക് കുറച്ച് അപരനാമങ്ങളുണ്ട്. അയ്യങ്കാളിയുടെ പേരുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അയ്യങ്കാളിയെ വിളിക്കുന്നത് പുലയരുടെ രാജാവ് എന്നാണ്. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ അറിയോ നിങ്ങൾക്ക്? മഹാത്മാഗാന്ധിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നൊരു പേരും ഇദ്ദേഹത്തിനുണ്ട്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാ അറിയോ നിങ്ങൾക്ക്? ഇന്ദിരാഗാന്ധിയാണ്. ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? EK നായനാറാണ്. ആരാണ്? EK നായനാറാണ്. ഇനി അടുത്തത് അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട ചില വചനങ്ങൾ നമ്മൾ ഓർക്കണം. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു. ഇനി അടുത്തത് ഒരു നീണ്ട വചനാണ്, ഞാൻ പറയാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ലു കുരുപ്പിക്കും എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ലു കുരിപ്പിക്കുമെന്ന മുദ്രാവാക്യം ആരുടേതാണ്? അയ്യങ്കാളിയുടേതാണ്. അപ്പൊ ഇത്രയാണ് അയ്യങ്കാളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കേരള പഠിച്ചാല്. കേരളത്തിലെ വൈദ്യുത പദ്ധതികളും പഠിച്ചു. അതുപോലെ തന്നെ കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ദളിത് വംശജനായിട്ടുള്ള പുലയ സമുദായത്തിൽ ജനിച്ച അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി. ഇന്ത്യയിൽ ആദ്യത്തെ, അതും കൂടി ഓർത്തു വയ്ക്കുക, ഇന്ത്യയിൽ ആദ്യത്തെ കർഷക നേതാവ്, തൊഴിലാളി നേതാവ്, കർഷക നേതാവ് അല്ലെങ്കിൽ തൊഴിലാളി നേതാവ്, ഇന്ത്യയിൽ ആദ്യമായി കർഷക സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേര് പറയണം? നമ്മൾ അയ്യങ്കാളിയുടെ പേര് പറയണം കേട്ടോ.
ഇത്രയാണ് അയ്യങ്കാളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോ നമ്മള് 2 ദിവസം കൂടി ഉള്ളൂ ഇനി. നമുക്ക് അറിയാം എന്തിന് നമ്മുടെ കൺഫർമേഷൻ കൊടുക്കാത്ത കുട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു അല്ലേ? എല്ലാവരും കൊടുത്തിട്ടില്ലേ? നന്നായി പഠിക്കുക. ഇനി ചിന്ത നിങ്ങൾക്ക് LGS കിട്ടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. ടീച്ചർ സ്മാർട്ടായിട്ട് പഠിക്കാനേ പറയുള്ളൂ. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് ക്ഷീണം തന്നെ ഉണ്ടാവുള്ളൂ. സ്മാർട്ടായിട്ട് പഠിക്കുക. അപ്പൊ സ്മാർട്ടായിട്ട് പഠിക്കാനുള്ള ഏക വഴിയാണ് നമ്മുടെ ഈ ഹോട്ട് ടോപ്പിക്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, CRT ഒക്കെ പാഠഭാഗങ്ങൾ പഠിക്കുക എന്നുള്ളത്. അത് മാത്രം പഠിച്ചാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിൽ എത്താൻ പറ്റും മക്കളെ. ടീച്ചറാണ് ഗ്യാരണ്ടി. പക്ഷെ പഠിക്കുന്ന നിങ്ങൾക്ക് പഠിപ്പിനോടും നിങ്ങൾക്ക് ജോലി വേണം എന്നുള്ളതിനോട് ഒരു ആത്മാർത്ഥത വേണം. മനസ്സിലാവുണ്ടോ? ആ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ അതിനെ നേരിടുകയാണെന്ന് വെച്ചാൽ, നല്ല പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ പറ്റൂ കേട്ടോ.